40 നാളുപവസിക്കാൻ വിശക്കുന്നവനൊപ്പം കൊടുക്കാൻ ഈശായ് സുതനെ പോൽ ദിനം 7 വട്ടം പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ ഏകപുത്രൻ പാപികളെ രക്ഷിപ്പാൻ മനുഷ്യനായി പാടുപെട്ടു കുരിശിന്മേൽ മരിച്ചു. ഇത്ര സ്നേഹം, ഇത്ര സ്നേഹം, ഇത്ര സ്നേഹം എരിവാൻ മനുഷ്യനിൽ എന്തു നന്മ കണ്ടു നീ രക്ഷകരാ. ത്രിയേക ദൈവത്തിന് സ്തുതി. നോമ്പിന്റെ ഈ യാത്രയിൽ മാർച്ച് 5 നമ്മെ ഒരു പ്രത്യേക ആത്മപരിശോധനയിലേക്ക് ക്ഷണിക്കുന്നു. നോമ്പ് ദൈവരാജ്യം നമ്മുടെ ഹൃദയത്തിൽ വളരാൻ അവസരം നൽകുന്ന വിശുദ്ധ കാലമാണ്. ലൂക്കോസിന്റെ സുവിശേഷം 13-ാം അധ്യായം 18 മുതൽ 21 വരെയുള്ള വചനങ്ങളിൽ യേശു പറയുന്നു, ദൈവരാജ്യം കടുകുവിത്ത് പോലെയാണ്, ചെറുതെങ്കിലും വളർന്നിട്ട് വലിയ വൃക്ഷമാകും. പുളിപ്പിനെ കുറിച്ചുള്ള ഉപമയിലും അതേ സന്ദേശമാണ് നൽകുന്നത്. ചെറിയ പുളിയാൽ മുഴുവൻ മാവും മാറും. അത് നമ്മോട് പറയുന്നു, നമ്മുടെ ചെറിയ ആത്മീയ തീരുമാനങ്ങളും ദൈവം വലുതാക്കുന്നു. നോമ്പിൽ ചെയ്യുന്ന ചെറിയ നിയന്ത്രണങ്ങളും വലിയ മാറ്റമാകും. ലൂക്കോസിന്റെ സുവിശേഷം 13-ാം അധ്യായം അതിന്റെ 22 മുതൽ 30 വരെയുള്ള വചനങ്ങളിൽ യേശു ഇങ്ങനെ പറയുന്നു, ഇടുക്കൻ വാതിലിലൂടെ പ്രവേശിക്കാൻ ശ്രമിക്കുക. പുറമേ ഭക്തിയുള്ളവരെ പോലെ തോന്നുന്നത് മാത്രമല്ല, ഹൃദയം സത്യമായി ദൈവത്തോട് തിരിഞ്ഞിരിക്കണം. അവസാനത്തിൽ യേശു പറയുന്നു, ആദ്യം വരുമെന്നവരിൽ പലരും അവസാനമായേക്കാം. അത് നമ്മിൽ ഓരോരുത്തരെയും ആന്തരികമായി നോക്കാൻ പ്രേരിപ്പിക്കുന്നു. നാം ഇന്ന് ചെയ്യാവുന്ന 3 ലളിതമായ കാര്യങ്ങളെ നോക്കിയാൽ, ഒന്നാമത് ഒരു ചെറിയ നന്മ ചെയ്യുക. രണ്ടാമത് ഒരാളെങ്കിലും ക്ഷമിക്കുക. മൂന്നാമത് ഒരു നിമിഷമെടുത്ത് സത്യസന്ധമായി ഒന്ന് പ്രാർത്ഥിക്കുക. ഈ 3 കാര്യങ്ങൾ നോമ്പിന്റെ ആത്മാവിനെ നമ്മുടെ ഉള്ളിൽ വളരാൻ സഹായിക്കും. കടുക് വിത്തുപോലെ ചെറുതായി തന്നെ ആരംഭിച്ചാലും ദൈവം അതിനെ ശക്തമായ ആത്മീയ ജീവിതമാക്കി മാറ്റും. ദൈവരാജ്യം നമ്മുടെ ഹൃദയത്തിൽ വളരട്ടെ. നമ്മുടെ വഴികൾ കുരുകുമെങ്കിലും ദൈവകൃപ നമ്മളെ നയിക്കട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. 40 നാളുപവസിക്കാൻ വിശക്കുന്നവനൊപ്പം കൊടുക്കാൻ ഈശായ് സുതനെ പോൽ ദിനം 7 വട്ടം പ്രാർത്ഥിക്കാം.